ഹലോ, ഇന്ന് റിപ്പയറിങ്ങിനായി കിട്ടിയിട്ടുള്ളത് പോക്കോയുടെ M3 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. ഇതും ഡെഡായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഓരോ ചെക്കിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബാറ്ററി കൺട്രോളർ കണക്ഷൻ നോക്കാം. വൺ സൈഡ് നമുക്കറിയാം 1 സംതിങ് വരുന്നുണ്ട്, അതർ സൈഡ് നോക്കുമ്പോൾ ബിലോ 500 വരുന്നുണ്ട്. അപ്പോൾ കണ്ടീഷൻ നോർമലാണ് കാണിക്കുന്നത്. പവർ സപ്ലൈൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വെറും 0.8 0.9 ഈ ഒരു ചെറിയ ലോ ആംബിയർ ആണ് എടുക്കുന്നത്. കൈയെടുക്കുമ്പോൾ 0യിലേക്ക് റിട്ടേൺ പോകുന്നുണ്ട്. ഇനി നമുക്ക് ചാർജിങ് ആംബിയർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ചാർജിങ് ആംബിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് 0 ആണ് വരുന്നത്. ചാർജ് തീരെ കയറുന്നതായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചാർജിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജിങ്ങിൻ്റെ മറ്റെന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. കാരണം ഓൾറെഡി ഈ ബോർഡ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് മറ്റുള്ള ഷോപ്പിൽ നിന്ന് റിപ്പയറിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ബോർഡ് റിമൂവ് ചെയ്തു. ബോർഡ് റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ ഷീൽഡൊക്കെ ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അവിടെയൊക്കെ ഫ്ലക്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ CPU MMC ഒന്നും എന്ത് ചെയ്തിട്ടില്ല, റീബോളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഹീറ്റ് അടിച്ചതായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ APT ICയും അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ട് വേറൊരു ഭാഗത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കണക്ടർ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അങ്ങനെ കണക്ടർ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കണ്ടോ, അവിടെ ലൂസായിട്ടാണ് നിൽക്കുന്നത്. ബോർഡുമായിട്ട് എന്തെയില്ല, കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ കണക്ടർ ഫിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ കണക്ഷൻസും ശരിയായ രീതിയിൽ തന്നെ മദർ ബോർഡുമായിട്ട് കോണ്ടാക്റ്റിൽ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചാർജിങ്ങിൻ്റെ ഒരു വോൾട്ടേജ് ചാർജിങ് IC വരെ എത്തുന്നുണ്ടോ എന്താണെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കണക്ടറിൽ നമുക്ക് ഒരു പിന്ന് മാത്രം തട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പിന്ന് മാത്രം നമ്മൾ സോൾഡറിങ് ആൻ വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 1-2 കണക്ഷൻ കിട്ടാതെ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി. ബ്ലോവറിന് ഹീറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ചാർജിങ് ICയുടെ അടുത്ത് 5 വോൾട്ട് കൃത്യമായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാർജിങ് ലൈന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഫോൺ ഇപ്പോഴും ഓൺ ആവില്ല, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് CPU ഒക്കെ ഓൾറെഡി ഹീറ്റ് അടിച്ചൊരു ഫോൺ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ലൈൻസ് ഷോർട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ട് ആയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. APT ICയുടെ അടുത്ത് വരുന്ന ഈ ഒരു കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഒരു കപ്പാസിറ്റർ ഏത് ലൈനാണ്, എത്ര വോൾട്ടേജ് ആണ് എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ബോണിയോയിൽ നമ്മൾ ആ ഒരു ലൈൻ നോക്കുമ്പോൾ 1.8 വോൾട്ടാണ് ആ ഒരു ലൈനിൽ വരുന്നത്. അതായത് ഒരുപാട് സെക്ഷനിലേക്ക് പോണതാണ്. അതുപോലെ തന്നെ CPUവിൻ്റെ ഉള്ളിലേക്കും ഈ ഒരു ലൈന് പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് CPU കാണാം, കണ്ടോ, CPUവിൻ്റെ ഉള്ളിൽ ഇത്രയും ഭാഗങ്ങളിലേക്ക് ആ ഒരു ലൈന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും CPUവിൻ്റെ ഉള്ളിലായിരിക്കും ഷോർട്ട്. അപ്പോൾ ആ ഒരു നിഗമനത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, CPU റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഷോർട്ട് പോയോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ CPU റിമൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, CPU റീബോൾ ചെയ്ത് ഇട്ട് നോക്കാം.
അപ്പോൾ നമ്മൾ CPU ഒക്കെ റീബോൾ ചെയ്തിട്ട് ഇനി പവർ സപ്ലൈ ഉപയോഗിച്ചുകൊണ്ട് ഓണാക്കി നോക്കുകയാണ്. ഓണാക്കുമ്പോൾ ഒരു കണ്ടീഷൻ നോക്കാം. അപ്പോൾ ഓൺ ഓഫ് സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 187 സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ പവർ സ്വിച്ചിൽ നിന്ന് നമ്മളെ കൈ റിലീസ് ചെയ്താലും ഒരു 187 തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് EMMC റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, EMMC കൂടി ഒന്ന് റീബോൾ ചെയ്ത് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ EMMC റിമൂവ് ചെയ്ത് അതുപോലെ തന്നെ അത് റീബോൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി ഓണാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ ഫോൺ എന്തായിട്ടുണ്ട്, ജസ്റ്റ് ലോഗോ വന്നിട്ടുണ്ട്. ഡെഡായിട്ടുണ്ടായിരുന്നൊരു ഫോണാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ചെയ്ത് അവസാനം എന്ത് ചെയ്തിട്ടുണ്ട്, ലോഗോ വന്നിട്ടുണ്ട്. ഇനി മെനുവിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ ഫൈനലി നമ്മളെ ഫോണ് മെനു വരെ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ടച്ച് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ.